അമീബിക് മസ്തിഷ്ക ജ്വരം വെള്ളത്തിലൂടെ മാത്രം പകരുമെന്നാണ് ഇതുവരെയുള്ള ആശങ്ക. എന്നാൽ അന്തരീക്ഷത്തിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ആ ഭീതി കുറച്ച് വലുതാവുകയാണ്. അന്തരീക്ഷത്തിലെ അമീബ വെള്ളത്തിൽ കലരാതെ തന്നെ രോഗത്തിന് കാരണമാകുമോ എന്നതാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ അതിന് കൃത്യമായൊരു മറുപടിയിലേക്ക് അവരും അതിൻ്റെ പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുകയാണ് സംസ്ഥാനത്ത്. ഡോക്ടർ അരുൺ എന്നുമാണ് നമുക്കൊപ്പം ചേർന്ന് പ്രേക്ഷകർ കൂടി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കാം. ഡോക്ടർ, ആദ്യം ഈ വെള്ളത്തിലൂടെ എന്നതായിരുന്നു എങ്കിൽ ഇപ്പോൾ അതല്ല, മറ്റ് പല സാഹചര്യങ്ങളിലും ഈ അസുഖം വന്നേക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. എന്താണ് ആരോഗ്യമേഖലയിലെ ഇപ്പോൾ വിദഗ്ധർ അങ്ങടക്കം ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്ന് പ്രാഥമികമായി ഇതെങ്ങനെ പകരാനുള്ള സാധ്യത, അതെങ്ങനെയാണ് നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത്? വെള്ളത്തിൽ കൂടെ തന്നെയാണ് ഇത് പകരുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം, ആ വെള്ളം നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് ശക്തിയായി വലിച്ചു കയറ്റിയാൽ ആണ് വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ കുറച്ച് പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളം അത് മേലെ ടാങ്കിലേക്ക് അടിച്ച് ടാങ്കിൽ നിന്ന് ടാപ്പിൽ കൂടെ വരുമ്പോഴും അത് ശക്തിയായിട്ട് അത്തരം വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമാണെങ്കിൽ മൂക്കിലേക്ക് നമുക്ക് വലിച്ചു കയറ്റിയാൽ വേണേൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നനയ്ക്കാനും അല്ലെങ്കിൽ കാറ് കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഹോസിൽ നിന്നുള്ള വെള്ളം ചിലപ്പോൾ ശക്തിയായിട്ട് മൂക്കിലേക്ക് അടിച്ചാൽ ആ വെള്ളത്തിൽ കൂടെയും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വായുവിൽ ഇതിന്റെ അമീബ ഉണ്ട്, അത് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ വായുവിലൂടെയുള്ള അമീബ ഒരിക്കലും നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് കയറി അസുഖം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതില് പേടിക്കേണ്ട കാര്യമില്ല. വെള്ളം വഴി തന്നെയാണ്, ക്ലോറിനേറ്റ് ചെയ്യാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് പ്രധാനമായിട്ടുള്ളത്. അതന്നെ വെറുതെ മൂക്കിലായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് ശക്തിയായിട്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റിയാൽ മാത്രമേ ഈ അമീബയ്ക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് എത്താൻ സാഹചര്യമുള്ളൂ. ബ്രെയിനിൽ എത്തിയാൽ മാത്രമാണ് ഇത് കാര്യമായിട്ടുള്ള പ്രശ്നം. ബ്രെയിനിലും കണ്ണിലുമാണ് ഇത് കാര്യമായിട്ട് പ്രശ്നം. മറ്റു ഭാഗങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന അമീബകളല്ല ഈ അമീബകളൊക്കെ തന്നെ. ഇത് ഫ്രീ ലീവിങ് അമീബ എന്ന് പറയും. ഫ്രീ ലീവിങ് അമീബ പറഞ്ഞാൽ സ്വന്തമായിട്ട് ജീവിക്കാൻ സാഹചര്യമുള്ള അമീബയാണ്. മറ്റു ബാക്ടീരിയ, വൈറസ് ഒക്കെ ഒരു ഹോസ്റ്റ് വേണം, മനുഷ്യനോ മൃഗങ്ങളോ ഒക്കെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് സ്വന്തമായിട്ട് വെള്ളത്തിൽ ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു അമീബയാണ് ഈ ഫ്രീ ലീവിങ് അമീബ. ഈ ഫ്രീ ലീവിങ് അമീബയാണ് പ്രധാനമായിട്ട് ഈ രണ്ടും, നിഗുലേറിയയും അക്കാൻഡമീബയും ആണ് ഇപ്പോൾ അസുഖങ്ങൾ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും സിവിയർ ആയിട്ട് നിഗുലേറിയയുടെയാണ്. അക്കാൻഡമീബ അത്ര തന്നെ സിവിയർ അല്ല. ഇത് രണ്ടുമാണ് ഈ കഴിഞ്ഞ 66 കേസുകളിൽ കൂടുതൽ അക്കാൻഡമീബയാണ്, കുറച്ച് നിഗുലേറിയ. ഡോക്ടർ, ഇപ്പോൾ നമുക്കറിയാം ഈ നിപ്പയും അതൊക്കെ വന്ന് അല്ലെങ്കിൽ അത്തരം അസുഖങ്ങളൊക്കെ വന്നപ്പോൾ സാധാരണ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ പഴങ്ങൾ കഴിക്കാൻ പോലും ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വരുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ കുളത്തിലോ അല്ലെങ്കിൽ തോട്ടിലോ ഒക്കെ പോയി കുളിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടല്ലോ, കുറേ പേരെങ്കിലും. അപ്പോൾ അത്തരം ഒരു ശീലങ്ങളെ മുഴുവൻ ആളുകൾക്കൊരു ഭയം തോന്നുന്ന സമയമാണ്. അപ്പോൾ അത്തരം ശീലങ്ങളെയൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യമാണോ? ഇതെങ്ങനെ, ഇപ്പോൾ ഈ ഒഴുക്കുള്ള വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത് ഓക്കെ ആണോ? എങ്കിലും ആളുകളുടെ ഒരു പൂർണ്ണമായിട്ടൊരു ആശങ്കയെ എങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും? അതെ, നല്ല ഒഴുക്കുള്ള നമ്മുടെ പുഴകളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ എപ്പോഴും പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതെല്ലാമാണ് റിക്രിയേഷണൽ വാട്ടർ, അതായത് കളിക്കാനും കുളിക്കാനും നീന്താനും ഉപയോഗിക്കുന്ന വെള്ളങ്ങൾ ഏതാണെന്ന് ആദ്യം തരംതിരിക്കണം. ഇന്ന സാധനങ്ങൾ റിക്രിയേഷണൽ വാട്ടർ ആണ്, മറ്റു സാധനങ്ങൾ റിക്രിയേഷണൽ വാട്ടർ അല്ല. റിക്രിയേഷണൽ വാട്ടർ അല്ലെങ്കിൽ അവിടെ ഒരു മനുഷ്യനും ഇറങ്ങാൻ പാടില്ല. അല്ല, മീൻ പിടിക്കാനൊക്കെ പോകാന്നല്ലാതെ വെള്ളത്തിൽ ഇറങ്ങാനോ മുങ്ങാനോ നീന്താനോ പാടില്ല. അപ്പൊ റിക്രിയേഷണൽ വാട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം തരംതിരിക്കണം. റിക്രിയേഷണൽ വാട്ടേഴ്സ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്യുക. റിക്രിയേഷണൽ വാട്ടർ ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമായിട്ട് സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ കുളങ്ങള് അല്ലെങ്കിൽ നീന്താൻ ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ അതുപോലെ നമ്മുടെ ഈ മറ്റേ പാർക്കുകളൊക്കെ ഉണ്ടല്ലോ, വാട്ടർ തീം പാർക്കുകളില്, അതുപോലെ സ്പാകള്, അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ തന്നെ അത് റിക്രിയേഷണൽ വാട്ടർ. അവിടെയൊക്കെ നമ്മളെ വെള്ളം കളിക്കാനും ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രേക്ഷകനുണ്ട്, അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീരാജു ചോദിക്കാം ഡോക്ടറോട്. ഞാൻ കഴക്കൂട്ടം ടെക്നോ പാർക്കിന്റെ അടുത്താണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ വീട്ടിലെ ടാങ്ക് ഉണ്ടല്ലോ, ഓവർ ടാങ്കില് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് മാത്രമേ ഉള്ളൂ നമുക്കുള്ളൂ. അതിപ്പോ അടിച്ചിടുമ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ കുറച്ച് മണ്ണും ചെളിയും കിടക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇതിനകത്തൊന്നും ഇങ്ങനെ ഈ അമീബ സാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യണം? ക്ലോറിനേറ്റ് ചെയ്താൽ ശരിയാവുമോ? സാധാരണ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അത് കുറെ ദിവസം ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 3-6 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത്, ധാരാളം ചളി വരുന്ന വെള്ളമാണെങ്കിൽ ചില ഭാഗത്ത് വെള്ളത്തിൽ ധാരാളം ചളി ഉണ്ടാവും, ചില ഭാഗത്ത് അത്രയും ഉണ്ടാവില്ല. ധാരാളം ചളിയുള്ള വെള്ളമാണെങ്കിൽ 3 അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ടാങ്കുകൾ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ക്ലോറിനേറ്റഡ് വെള്ളമാണ് വാട്ടർ അതോറിറ്റിയുടെ വരുന്നത്. അത് നമ്മൾ അധികം കെട്ടി നിൽക്കാതെ തന്നെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാധാരണ നിലയിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. നിങ്ങൾ പക്ഷെ 1 മാസമൊക്കെ അടച്ചിട്ട് പോയിട്ട് പിന്നെ ആ വെള്ളം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ആ വെള്ളം കളഞ്ഞിട്ട് പുതുതായിട്ട് വെള്ളമായിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത്.
ടാങ്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി വന്ന സ്ഥിതിക്ക് 3 to 6 മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ശരി, ശ്രീ ജോസഫ് ഉണ്ട് അങ്കമാലിയിൽ നിന്ന്. ശ്രീ ജോസഫ് ചോദിക്കാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, ഈ കിണറിൽ കോരാത്ത വെള്ളം ഉണ്ടല്ലോ, നമ്മൾ മോട്ടർ അടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ ഇത് വരാൻ സാധ്യതയുണ്ടോ? അതായത് നിങ്ങൾ കുളിക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്? കുളിക്കാനല്ല, കിണറിൽ നിന്ന് വെള്ളം അടിച്ചാണ് ടാങ്കിലേക്ക് ഇടുന്നത്. അതെ, എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണം. വെള്ളം കോരാറില്ല. അല്ല, അതുകൊണ്ട് കാര്യമില്ല. കെട്ടി നിൽക്കുന്ന വെള്ളമാണല്ലോ കിണർ വെള്ളം. പല കിണർ വെള്ളത്തിലും അമീബ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ടാങ്കിൽ പോയിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നു. അപ്പൊ കിണർ ക്ലോറിനേറ്റ് ചെയ്യണം. ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലോറിനേറ്റ് ചെയ്യണം നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ക്ലോറിനേറ്റ് ചെയ്യണം. ചെയ്തിരുന്ന കഴിഞ്ഞ ആഴ്ച. ഞാൻ പറയുന്നത് നമ്മൾ പണ്ട് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്യാറില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടി വന്ന സ്ഥിതിക്ക് പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലെയും കിണറുകളിൽ ഈ അക്കാൻഡിയമൈബ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ശരി, അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾ കിണർ വെള്ളമാണെങ്കിലും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുക എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വഴി. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലുള്ളവരൊക്കെ എല്ലാവരും വിചാരിക്കുക നമ്മുടെ വളരെ ശുദ്ധമായ വെള്ളമാണല്ലോ, മറ്റു പ്രശ്നങ്ങളോ മാലിന്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് ധരിക്കാം. പക്ഷേ നിലവിലെ സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് നമ്മളൊരു മുൻകരുതൽ എടുക്കുക എന്നാണ്. ഡോക്ടർ, ഇപ്പോൾ ഇനി ഈ അസുഖം വന്നു കഴിഞ്ഞാലുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടും വളരെ ഒരു പ്രശ്നമാണല്ലോ, ഇത് മാറ്റാൻ കഴിയുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ട്. എന്താണ് നിലവിലെ ഒരു മെഡിക്കൽ രീതി? എത്ര വേഗം ആളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? അല്ലെങ്കിൽ ഏത് ഘട്ടമാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയുള്ളത്? നമുക്ക് ഇത്രയധികം കേസുകൾ ഒരുമിച്ച് ലോകത്ത് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ പഠനങ്ങളൊക്കെ തന്നെ ഇപ്പൊ അത്രത്തോളം കറക്റ്റ് ആണോ അല്ലേ നമുക്ക് അറിയില്ല. പഴയ പഠനങ്ങളിൽ ഈ നിഗ്ലേറിയ വന്നാൽ, നിഗ്ലേറിയയുടെ അമീബിക് മസ്തിഷ്ക ജ്വരം വന്നു കഴിഞ്ഞാൽ 97% മരണനിരക്ക്. നമ്മുടെ കേരളത്തിൽ ഇത്തവണ അത്ര ഇല്ല. അതുപോലെ തന്നെ അക്കാൻഡിമൈബിക്ക് മരണനിരക്ക് അതിലും കുറവാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തവണ മരണനിരക്ക് കുറവാണ്, പക്ഷേ നമ്പർ ഓഫ് കേസസ് വളരെ കൂടുതലാണ്. നിഗ്ലേറിയൊക്കെ ഇതുവരെ ആകെ ലോകത്തിൽ 1965 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷത്തിൽ 500-600 കേസുകൾ മാത്രമേ ലോകത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷം തന്നെ നിഗ്ലേറിയ ഇത്രയധികം കേസുകൾ നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പഴയ കഥകൾ പ്രകാരം കുറച്ചുകൂടി മാരകമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൃത്യമായ ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് നമ്മളത് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ എൻകഫലൈറ്റിസ് എന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സിച്ച് വളരെ വൈകി അമീബ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ ചികിത്സിക്കാൻ സാധിച്ചാൽ ഇപ്പോൾ പൊതുവെ അവസാനത്തെ റിപ്പോർട്ടുകളൊക്കെ തന്നെ കുറച്ച് നല്ല റിപ്പോർട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടു വരുന്നുണ്ട്. ശരി, ഈ പാലക്കാട് നിന്ന് പ്രകാശ് എന്നൊരു പ്രേക്ഷകനുണ്ട്. ശ്രീ പ്രകാശ്, ചോദിക്കാം. ഹലോ സാർ. ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കും. ഇപ്പോ ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഇപ്പൊ ഈ കുളങ്ങളിലും, അതായത് കെട്ടി നിൽക്കുന്ന അതായത് പുഴകളെ പോലെ തന്നെ കുളങ്ങളിലും അമ്പലക്കുളങ്ങൾ പ്രത്യേകിച്ചിട്ട് ഒക്കെ കുളിക്കുന്നുണ്ട്, ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ഈ പറഞ്ഞിരിക്കുന്ന കുളത്തിലൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ ഇതുപോലെ ഇങ്ങനെ ക്ലോറിനേറ്റ് ചെയ്യാൻ അതൊക്കെ പ്രാക്ടിക്കബിൾ ആണോ? വലിയ കുളങ്ങളൊക്കെ ആണല്ലോ അതൊക്കെ, അത് പ്രാക്ടിക്കൽ. പിന്നെ വേറൊരു കാര്യം, നമുക്കിപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കുളിച്ചു, നമ്മുടെ മൂക്കിലേക്ക് വെള്ളം കയറി, അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക്, അതായത് മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും വല്ല ഫസ്റ്റ് എയ്ഡുകൾ ഉണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ട് ഗുണമുണ്ടെന്ന് പഠനങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളം ഒന്ന് മുങ്ങി താഴുമ്പോൾ ഇടയ്ക്ക് വരുന്ന ഒരു വെള്ളം കയറലിനെക്കാട്ടിലും കുറച്ചുകൂടി ശക്തിയിൽ വെള്ളം കയറിയാൽ മാത്രമേ ഇത് പ്രശ്നമാകുകയുള്ളൂ എന്നാണ് ഇതുവരെ കാണുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ. അതുകൊണ്ട് ഒരിക്കൽ ജസ്റ്റ് ഒന്ന് വെള്ളം കയറിയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പനി, ശക്തിയ തലവേദന, ചിലർക്ക് അപസ്മാരം അല്ലെങ്കിൽ ഛർദി ഇതെല്ലാം കൂടി വരികയാണെങ്കിൽ എത്രയും പണ്ട് ചികിത്സിക്കുകയും വേണം, ഈ കാര്യം പറയും വേണം. ഇങ്ങനെ വെള്ളം കയറിയ കഥ പറയും വേണം. വെറുതെ ഒന്നും നമ്മളൊന്ന് മുങ്ങിത്താഴുമ്പോൾ ഉള്ള ഒരു വെള്ളം കയറലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നീന്തുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം കയറലല്ല. ഇപ്പൊ ഡൈവ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഡൈവ് ചെയ്യുമല്ലോ, വളരെ കുറച്ച് ഹൈറ്റിൽ നിന്ന് ഭയങ്കര ഫോഴ്സിലൂടെ ചാടുമ്പോൾ കുറച്ചുകൂടി ശക്തിയിൽ വെള്ളം മുകളിൽ കൂടെ കയറും. അങ്ങനെ കയറുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അതല്ലാതെ വെറുതെ നീന്തുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ പ്രാക്ടിക്കലാണോ കുളങ്ങളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. പൊതുവെ ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ റിക്രിയേഷണൽ വാട്ടേഴ്സ് ഒക്കെ അവര് വിശദമായിട്ട് പഠനം നടത്തിയിട്ട് അതിന് വേണ്ട രീതിയിൽ അണുനശീകരണം ചെയ്യുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ. നമുക്കും ആ സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയൊക്കെ വലിയ വലിയ തടാകങ്ങളടക്കം അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സാധിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു
എല്ലാവരും കൂടി മെനക്കെട്ട് ഇറങ്ങിയാൽ, സർക്കാരും പൊതുജനങ്ങളെല്ലാം കൂടി ശ്രമിച്ചാൽ നടക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ചില ഏരിയ മാത്രം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുക, ചില ഏരിയ നമ്മളിലേക്ക് പോവാതിരിക്കുക. ശരിയാണ്, സാധ്യമല്ലാത്ത കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നപ്പോൾ അല്ലേ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് നമ്മൾ കാണിച്ചു കൊടുത്താണ്. അതുകൊണ്ട് ഇതും സാധ്യമല്ലാത്ത കാര്യമല്ല എന്ന് ഉറപ്പാണ്. ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട് ആമ്പല്ലൂരിൽ നിന്ന് സുരേഷ്. സുരേഷ് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ സാറേ. വീട്ടില് ബോർവെല്ലാണ് ഉപയോഗിക്കുന്നത്. ഈ ബോർവെല്ലിൽ നിന്ന് വെള്ളം ഉപയോഗിക്കേണ്ട എങ്ങനെ അതിന്റെ അവസ്ഥ അറിയാമോ? ബോർവെല്ലിന് ടാങ്കിലേക്ക് അടിക്കല്ലേ? ബോർവെല്ലിന് ടാങ്കിലേക്ക് അടിക്കുകയാണല്ലോ. ആ, ചിലപ്പോ ടാങ്കിലേക്ക് അടിക്കും, അല്ലെങ്കിൽ അതെ, ഞാൻ പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ബോർവെല്ലിന്റെ ഏറ്റവും ഉള്ളില് ഈ ഉണ്ടാവാൻ ചാൻസ് കുറച്ച് കുറവാണ്. കൂടുതലായിട്ട് സർഫസ് വാട്ടറിലാണ് ഇത് ഉണ്ടാവുക. കെട്ടിക്കിടക്കുന്ന സർഫസ് വാട്ടർ, അതായത് ഭൂഗർഭ ജലത്തിൽ ചാൻസ് കുറച്ചുകൂടി കുറവാണ്. നമ്മൾ പലപ്പോഴും വെള്ളം പലപ്പോഴും ടാങ്കിൽ കുറെ നേരം കെട്ടിവെക്കുകയാണെങ്കിൽ അതിൽ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നത്, കെട്ടി നിൽക്കുന്ന വെള്ളം, കുറെ അധികം നേരം കെട്ടി നിൽക്കുന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിലൊക്കെ തന്നെ ഇത് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കുടിക്കാൻ ഉപയോഗിക്കുന്നത് എന്തായാലും ക്ലോറിനേറ്റ് ചെയ്യണം. കുളിക്കാൻ ഉപയോഗിക്കുമ്പോഴും കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ, കുറെ ദിവസം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ശരി ഡോക്ടർ, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ഇപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു വെച്ചാൽ ഇത്രയും അധികം ആളുകൾക്ക് ഈ രോഗം വരുന്നത് ലോകത്ത് തന്നെ അല്ലേ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഇത് ഇത്രയും ആളുകൾക്ക് വരിക എന്നത്. ഇത് എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എന്താണ്? നമ്മുടെ ഈ ഒരു മാലിന്യ സംസ്കരണത്തിലെ പാളിച്ചയൊക്കെ ഒരു പ്രധാന കാരണമാണോ? ഗ്രാമങ്ങളിൽ പോലും മാലിന്യം കുന്നുകൂടുന്ന അവസ്ഥയുണ്ടല്ലോ. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ കുറച്ച് ഹെപ്പറ്റൈറ്റിസ്, ഈ വെള്ളത്തിൽ കൂടെ പടരുന്ന ഹെപ്പറ്റൈറ്റിസ് എ കുറച്ച് കാര്യമായിട്ട് കഴിഞ്ഞ 2 വർഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതും ജലജന്യ രോഗമാണ്. അപ്പൊ നമ്മൾ ജലത്തിന്റെ ക്വാളിറ്റി കുറെ കൂടി മോശമായിട്ടുണ്ട്. എന്തുകൊണ്ട് മോശമായാലും വിദഗ്ധമായ പഠനങ്ങൾ വേണം. പറഞ്ഞ മാതിരി നമ്മുടെ മാലിന്യ സംസ്കരണം മോശമായിട്ടായിരിക്കും. കൂടുതൽ അർബനൈസേഷൻ കാരണം, അതുപോലെ ജനസാന്ദ്രത കാരണം മാലിന്യം കുറച്ച് കുന്നുകൂടുന്നതുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ കാര്യങ്ങൾ വരുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് അറിയില്ല. ഗ്ലോബൽ വാർമിംഗ് ഒരു പ്രത്യേക കാരണമാണെന്ന് പറയുന്നുണ്ട്. ഈ അമീബകൾക്കൊക്കെ ഏറ്റവും താല്പര്യമുള്ള ഒരു ടെമ്പറേച്ചർ 30-നും 40-നും അല്ലെങ്കിൽ 30-നും 45-നും ഇടയ്ക്കുള്ള ടെമ്പറേച്ചറാണ്. അപ്പൊ ആ ടെമ്പറേച്ചറിൽ ഒരു 40, 35, 40 ആ ടെമ്പറേച്ചറിൽ കൂടുതൽ ജീവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വാട്ടർ, ഈ പൈപ്പുകളിൽ കുറെ കാലം വെള്ളം ഉണ്ടാവും, കുറെ കാലം വെള്ളം ഉണ്ടാവില്ല. അങ്ങനെയുള്ള പൈപ്പുകളിൽ അതുപോലെ തന്നെ ധാരാളം ചൂട് കൂടുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ അമീബ കൂടുതൽ, ഒഴുക്ക് കുറഞ്ഞ നമ്മുടെ വാട്ടർ ടാപ്പ് പൈപ്പുകളിൽ ഒഴുക്ക് കുറവാണെങ്കിൽ വെറുതെ കുറെ നേരം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ചിലപ്പോൾ വരാം. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് ഈ നമ്മുടെ പൈപ്പുകളിൽ ഒരു ആവരണമായിട്ട് ഒഴുക്കുണ്ടെങ്കിലും ആ പൈപ്പിന്റെ വാളില്, അതിന്റെ ഭിത്തിയിൽ ഇത് ഇരിക്കാം, അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കൂടുതലായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു കേരള ഗവൺമെന്റ് ലോകാരോഗ്യ സംഘടന ICMR ഒക്കെ സഹായത്തോടു കൂടി ഇതിനായിട്ടൊരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരുപക്ഷെ ധനസഹായം കേന്ദ്രത്തിന്റെയോ വിദേശത്ത് നല്ല ധനസഹായത്തോടു കൂടി കാര്യമായി പഠിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന് തന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടാവും. ശരി, ചേർത്തലയിൽ നിന്ന് ശ്രീ സന്തോഷ് ഉണ്ട്. ശ്രീ സന്തോഷ് ചോദിച്ചോളൂ. ഹലോ സാറേ. പറഞ്ഞോളൂ സാറേ, ഞാൻ ചേർത്തലയിലെ കോസ്റ്റൽ മേഖലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. സാറ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഉപ്പുവെള്ളമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഉപ്പുവെള്ളത്തിൽ സാറ് ഇപ്പൊ പറഞ്ഞ് മുങ്ങിത്താഴുമ്പോഴേക്കുമാണ് ഇത് മൂക്കിലൂടെയും മറ്റുള്ള കയറുമ്പോഴേക്കും ഉള്ള വിഷയം വരുമെന്ന് പറയും. അപ്പൊ കടലിൽ പണിക്ക് പോകുമ്പോഴേക്കും അതിൽ ചാടുമ്പോഴേക്കും മൂക്കിലൂടെ ജലാശയം ഇത് കയറി ഇറങ്ങാറുണ്ട്. അപ്പൊ ഉപ്പുവെള്ളത്തിൽ ഇതിന്റെ സമ്മതം ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇല്ല, കടൽ വെള്ളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കടൽ വെള്ളത്തിൽ സാധ്യത വളരെ വളരെ കുറവാണ്, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ശരി, ഓച്ചിറയിൽ നിന്ന് ശ്രീ കൃഷ്ണകുമാർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എന്റെ ക്വസ്റ്റ്യൻ സാർ, ഈ കിണർ, നമ്മുടെ വീട്ടിലെ കിണർ, അതിൽ നിന്ന് നമ്മൾ ഡെയിലി വെള്ളം ടാങ്കിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ മാസത്തിൽ നമ്മൾ വൃത്തിയാക്കുന്നില്ല, 3 മാസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. പക്ഷേ ഈ കിണർ നമ്മൾ ക്ലോറിൻ ഇടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ ഈ പരിസരത്ത്, അതായത് ഈ കിണർ നിൽക്കുന്നതിൽ നിന്ന് ഏകദേശം ഒരു 60 മീറ്റർ മാറി വരുന്നത് ജലാശയം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. ഒഴുക്കുണ്ട് എങ്കിലും ജലാശയം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കിണറിൽ ഈ പറയുന്ന അണുക്കളുടെ, അമീബയുടെ
സാന്നിധ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പോ ഇതിന് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് പല കിണറുകളുടെ സാമ്പിളുകൾ നോക്കുമ്പോൾ അമീബ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമീബ പൊതുവെ ഇങ്ങനത്തെ വെള്ളത്തിലെല്ലാം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും അധികം കൂടുതലായിട്ട് അമീബയുണ്ട്. അതായത് ബാക്ടീരിയയാണ് അമീബയുടെ ഭക്ഷണം. ഈ കോളിഫോം എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. അപ്പൊ കോളിഫോം ബാക്ടീരിയ ഏറ്റവും കൂടുതലുള്ള, അതായത് കുറച്ച് മലിനജലത്തിലാണ് അമീബ കൂടുതൽ ഉണ്ടാവുക. പക്ഷെ മലിനജലം അല്ലെങ്കിലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുറച്ചൊക്കെ ബാക്ടീരിയകൾ ഉണ്ടാവാം. ആ ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ അമീബ ഉണ്ടാവുന്നത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പൊ നനയ്ക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കുളിക്കാനും മറ്റേതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുക. അതുപോലെ കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് തന്നെ വെള്ളം ഉപയോഗിക്കുക. ശരി. എന്തായാലും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് വളരെ വ്യക്തമായി തന്നെ ഉത്തരം പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ ഡോക്ടർ, അതാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ച പോലെ പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ച്, പ്രാക്ടിക്കലാണ് എന്ന് പല കാര്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഞ്ചായത്ത് തലത്തിൽ വാർഡ് മെമ്പറുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ സംഘടനകളുടെയൊക്കെ സഹകരണത്തോടുകൂടി അതാത് മേഖലകളിലെ ജലാശയങ്ങളൊക്കെ ശുദ്ധീകരിക്കാനും ഒക്കെയുള്ള അതൊരു ശീലവും കൂടിയായി മാറല്ലേ ഡോക്ടർ? ഒരുപക്ഷെ അങ്ങനെ ഒരു ശീലവും കൂടിയായി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലാണെങ്കിലും ഒരുപാട് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതുപോലെ എല്ലാ വെള്ളത്തിലും കയറി ചാടുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടല്ലോ. ആൺകുട്ടികൾ 10-15 വയസ്സുള്ള, പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ അത് ഒരു പ്രശ്നമാണ്. അങ്ങനെ ചാടാതെ നോക്കുക. ശരിയാണ്. അപ്പോൾ എന്തായാലും കുട്ടികളെ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ചില ആവേശത്തിൽ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ഒരു രസത്തിലൊക്കെ ചാടാൻ ശ്രമിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു അപകടമുണ്ട് എന്നുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവുക. വളരെ നന്ദി ഡോക്ടർ അരുൺ എന്നും വളരെ വിശദമായി അങ്ങ് കാര്യങ്ങൾ പറഞ്ഞു. പ്രേക്ഷകർക്കും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കണം.